ഫാസിഖീൻ, ഇത്തരം ഫാസിഖീങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നിട്ട് സഅദിനോട് പറഞ്ഞു, സഅദേ, നിനക്ക് ഏറ്റവും ഇഷ്ടല്ല ഉമ്മല്ലേ ഞാൻ മരുഭൂമിയിൽ വെയിലും പഴയും കൊണ്ടിട്ട് രാവും പകലും മഞ്ഞും വെയിലും കൊണ്ട് മരിക്കാൻ തീരുമാനിച്ചു. നീ മുഹമ്മദിൽ നിന്ന് ഇഅ്തിസാലായിട്ടില്ലെങ്കിൽ, നീ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ മുഹമ്മദിൽ നിന്ന് സ്വയം ഒഴിവായിട്ടില്ല എങ്കിൽ ഞാൻ മഞ്ഞും മഴയും വെയിലും കൊണ്ടിട്ട് മരുഭൂമിയിൽ നിന്ന് മരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, ഉമ്മ, നിങ്ങൾ വലിയ ആളൊക്കെ തന്നെയാ എനിക്ക്, പക്ഷേ നിങ്ങളെപ്പോലെ എനിക്ക് 100 ഉമ്മയുണ്ടാവുകയും ആ 100 ഉമ്മയും ഇപ്രകാരം വെയിലും മഴയിലും കടന്ന് മരിക്കുകയും ചെയ്യുകയാണെങ്കിലും ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാറുകയില്ലെന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലോക പ്രശസ്തമായ ഹദീസായി നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടത്, സ്വന്തം ബാപ്പയേക്കാൾ സ്വന്തം ഉമ്മയേക്കാൾ, എന്തിന് സ്വന്തം തടിയേക്കാൾ. സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ വചനം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് അവരുടെ തടിയേക്കാൾ ഏറ്റവും പ്രധാനം മുഹമ്മദ് മുസ്തഫ. സ്വന്തം തടിയേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. സ്വന്തം ബാപ്പയേക്കാൾ വലുത്, ഉമ്മയേക്കാൾ വലുത്, സ്വന്തം തടിയേക്കാൾ വലുത്. എന്തുകൊണ്ട് സ്വന്തം തടിയേക്കാളും വലുതാണ് മുഹമ്മദ് നബി? എന്തുകൊണ്ട്? ഈ തടി നമുക്ക് നാളെ എതിരാവുന്ന തടിയാണ്, എന്നാൽ മുഹമ്മദ് നബി ഒരിക്കലും നമുക്ക് എതിരാവുകയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങൾ ചിന്തിക്കുക, ഇത് ഞാൻ പറയല്ല, അല്ലാഹു പറയുകയാ. അൽയൗമ, ഇന്നത്തെ നാളിൽ നഖ്തിമു അലാ അഫ്വാഹിം, അവരെ വായിന് നാം സീൽ വെക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർക്കെതിരായി അവരുടെ കൈകൾ തന്നെ നമ്മോട് സംസാരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, നമുക്കെതിരാകും ആര്? നാം രാവും പകലും ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് വ്യായാമം ചെയ്ത് കൊണ്ടു നടക്കുന്ന ഈ തടി, നേരം വെളുത്താൽ ഒരു 15 മിനിറ്റെങ്കിലും നടക്കണം എന്നാണ് ഡോക്ടർ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞത്. ഈ കൈകൾ നമുക്കെതിരായി സംസാരിക്കും. ഓരോ തെറ്റ് ചെയ്തതും കൈകൾ ഇങ്ങനെ പറയും, അത് ശരിയാണെന്ന് പറഞ്ഞു വരുമ്പോഴത്തിന് പറയും ആര്? കാല്. ഒരുപാട് സ്ഥലത്ത് കാണാതെ, ഒരുപാട് സ്ഥലത്തുണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരിഖൽ ബസറു വഖസഫൽ ഖമറു വജുമിഅ الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة. അപ്പോൾ നമ്മുടെ തടി നമുക്കെതിരാകും എന്ന് വിശുദ്ധ ഖുർആൻ, ബാപ്പ എതിരാകുമെന്ന് വിശുദ്ധ ഖുർആൻ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. എന്താണ് നമ്മുടെ വാദം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനിനെ അവന്റെ തടിയേക്കാൾ വലുത്, അവന്റെ ബാപ്പയേക്കാൾ വലുത്, അവന്റെ ഉമ്മയേക്കാൾ വലുത് മുഹമ്മദ് മുസ്തഫ. തടിയേക്കാൾ വലുത്. എന്തേ? തടി എതിരാകും, എന്നാൽ മുഹമ്മദ് നബി എതിരാവുകയില്ല. ബാപ്പ എതിരാവും, ബാപ്പ ശ്രദ്ധിക്കുകയില്ല. യൗമ യഫിറുൽ മർഉ, ഏതൊരാളും ഓടും, മിൻ അഖീ, സ്വന്തം സഹോദരനെ കാണുമ്പോ, വ ഉമ്മി, ഉമ്മാനെ കാണുമ്പോ, വ അബീഹി, ബാപ്പാനെ കാണുമ്പോ, വ സാഹിബതി, കാമുകിയെ ഭാര്യയെ കാണുമ്പോ, വ ബനീഹി, മക്കളെ കാണുമ്പോ, ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അന്ന് ഓരോരുത്തരും അവരുടെ നഫ്സിനെ പറ്റി
മാത്രമാകും ചിന്തിക്കുക. നഫ്സി നഫ്സി എന്ന് ബാപ്പ പറയും. നമ്മൾ വീട്ടിൽ നിന്ന് പിറങ്ങിപ്പോന്നത് താഴെ ഭാര്യയോടുകൂടെ നമ്മളെ കുട്ടികളുണ്ടാവും. ആ കുട്ടിയെ നമ്മൾ നാളെ കാണുമ്പോൾ അവന്റെ കാര്യം ശ്രദ്ധിക്കൂല, നഫ്സി നഫ്സി എന്ന് പറയും. ആ കുട്ടി നമ്മളെ കണ്ടാൽ എനിക്ക് വാപ്പ എന്നല്ല വിഷയം, നഫ്സി നഫ്സി എന്ന് പറയും. നമ്മൾ ഇന്നലെ രാത്രി കൂടെ കിടന്നു വന്ന നമ്മുടെ ഭാര്യ, ആ ഭാര്യയുടെ കൂടെ കിടന്ന ഭർത്താവ്, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ നഫ്സി നഫ്സി എന്ന് പറയും, എനിക്ക് എന്റെ കാര്യമാണ് എന്ന് പറയും. എല്ലാവരും നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും പറയും ഇല്ലാ മുഹമ്മദുൻ, ഇല്ലാ മുഹമ്മദുൻ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى. ഒരിക്കൽ വഹി മുടങ്ങി 14 20 25 നാൾ. തിരിച്ചു വഹി വന്നപ്പോൾ അള്ളാഹു സാന്ത്വന ഗീതം പോലെ ഹബീബായ നബിയെ പറഞ്ഞിട്ട് സന്തോഷിപ്പിച്ചു. മുഹമ്മദ് നബിയെ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ലല്ലോ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, വലസൗഫ യുഅതീക റബ്ബുക, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തരാ, എത്ര തരാന്ന് ചോദിക്കേണ്ട. ഫതർലാ ഫതർലാ, നിങ്ങൾക്ക് തൃപ്തിയാകുന്നതോളം, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതോളം, നിങ്ങൾ ആത്മാവ് സന്തോഷിക്കുന്ന അത്ര. നിങ്ങൾ തൃപ്തിയാകുന്നവരെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ആയത്ത് ബഹുമാനപ്പെട്ട മുഖറബായ ജിബ്രീൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോ മുസ്തഫ നബി ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ, നിങ്ങൾ അല്ലാഹുവിനോട് മടങ്ങിപ്പോയി പറയുക, വലാ അല്ലാഹ് വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ, വലാ അല്ലാഹ്, എനിക്ക് തൃപ്തിയാവുകയേ ഇല്ല, വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ, എന്റെ ഒരു ഉമ്മത്തെങ്കിലും നരകത്തിൽ കടന്നാൽ അന്ന് എനിക്ക് തൃപ്തിയാവുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്ക്, ബാപ്പ എതിരാകും, ഉമ്മ എതിരാകും, മക്കളെതിരാകും എന്നല്ല, സ്വന്തം തടി വരെ മനുഷ്യനെ ഉപേക്ഷിക്കുന്ന നാളിൽ വലാ അല്ലാഹ് വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. അതന്നെയാണ് മുഅ്മിനീങ്ങൾ. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطاهي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. സ്വീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടുവല്ലോ. ഈ പ്രപഞ്ചത്തിന് സ്വന്തം തടിയേക്കാൾ വലുത് മുഹമ്മദ് മുസ്തഫ. മനുഷ്യർക്ക് മാത്രമല്ല, സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിമീങ്ങളെ. സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ. സ്വഹീഹ് മുസ്ലിം നോക്കുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ മദീനയിൽ ചെന്നു, പള്ളിയുണ്ടാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ സ്ഥാപിച്ചു. ജുമുഅയിൽ ഖുത്ബ ഓതാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് ഒരു മിമ്പർ ഉണ്ടാക്കപ്പെട്ടു. സ്വഹീഹ് മുസ്ലിം. നിങ്ങൾ ചിന്തിക്കുക, ആ മനുഷ്യനോട് ഒരു ഈത്തപ്പനയുടെ തണ്ട് കാണിച്ച സ്നേഹം എത്രയാണ്. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ ചിന്തിക്കുക. എവിടുന്നോ വാറോല വായിക്കുകയല്ല, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി ഒരു മിമ്പർ ഉണ്ടാക്കിയിരുന്നു, ഒരു ഈത്തപ്പനയുടെ അടിക്കുറ്റി. അതിങ്ങനെ വെട്ടി വൃത്തിയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്നു മദീന പള്ളിയിൽ. അതിന്റെ മുകളിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് കയറി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുത്ബ ഓതി. കുറേ കാലം, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ചെറിയ ഈത്തപ്പനയുടെ അടിക്കുറ്റിയല്ലേ, ബുദ്ധിമുട്ടാണല്ലോ. കുറച്ചു കാലം കഴിഞ്ഞു, സൗകര്യം കിട്ടിയപ്പോ ഒരു സ്വഹാബി നബിയോട് വന്നിട്ട് പറയാ, നബിയേ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കി തന്നാലോ എന്ന്. ശരി, ഞാൻ മിമ്പർ ഉണ്ടാക്കിക്കോളൂ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ.
നാം മിമ്പർ ഉണ്ടാക്കിക്കോളൂ, സമ്മതം കൊടുത്തു. അങ്ങനെ ഒരു അൻസാരി പെണ്ണ് കുറച്ച് മരക്കഷ്ണങ്ങൾ വഖഫ് ചെയ്തു. അങ്ങനെ മദീനയിൽ ഒരു നല്ല മിമ്പർ ഉണ്ടാക്കി. മദീന പള്ളിയിലെ മിമ്പർ അക്കാലത്തെ ഒരു നല്ല മിമ്പർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മദീന പള്ളിയിൽ സ്ഥാപിച്ചു. അങ്ങനെ മിമ്പർ ഉണ്ടാക്കി. ആ മിമ്പറിന്റെ ഉദ്ഘാടനം നടക്കും.